ഡോക്ടറുടെ മരുന്ന് ലഹരി. തിരുവനന്തപുരം കണിയാപുരത്ത് പുതുവത്സര രാവിൽ നടന്ന ലഹരി വേട്ടയിൽ 2 ഡോക്ടർമാരടക്കം 7 പേർ പിടിയിലായി. ഇവരിൽ നിന്ന് 4 ഗ്രാം MDMA-യും 1 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും 100 ഗ്രാം സാധാരണ കഞ്ചാവുമാണ് പിടികൂടിയത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. നെടുമങ്ങാട് മണ്ണൂർക്കോണം സ്വദേശി അസീം, തൊളിക്കോട് സ്വദേശി അജിത്, പാലോട് സ്വദേശിനിയായ അൻസിയ എന്നിവർ ബാംഗ്ലൂരുവിൽ നിന്ന് തിരുവനന്തപുരത്ത് ലഹരി എത്തിച്ച് വിൽപ്പന നടത്തുന്നു എന്ന വിവരം ഡാൻസ് ഓഫ് സംഘത്തിന് നേരത്തെ ലഭിച്ചിരുന്നു. പ്രധാനമായും പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കുമാണ് ഇവർ ലഹരി എത്തിച്ചു നൽകിയിരുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇന്നലെ ഇവരെ പിടികൂടാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് ജീപ്പിൽ വാഹനമിടിപ്പിച്ച ഇവർ കടന്നു കളഞ്ഞു. തുടർന്ന് കടിയാപുരം ഭാഗത്ത് എവിടെയോ സംഘമുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ പരിശോധന നടത്തി. ഒടുവിൽ തോപ്പിൽ ഭാഗത്തുള്ള ഒരു വാടക വീട് വളഞ്ഞാണ് സംഘത്തെ പോലീസ് പിടികൂടിയത്. മൂന്ന് പ്രധാന പ്രതികളെ കൂടാതെ 4 പേരെ കൂടി വാടക വീട്ടിൽ നിന്നും ലഹരിയുമായി പിടികൂടി. അട്ടക്കുളങ്ങര സ്വദേശിയായ വിഘ്നേഷ് ദത്തൻ, കൊല്ലം കൊട്ടാരക്കര സ്വദേശിനി ഹലീന, കൊല്ലം ആയൂർ സ്വദേശി അവിനാശ്, കൊല്ലം ഇളമാട് സ്വദേശി ഹരീഷ് എന്നിവരെയാണ് പിടികൂടിയത്. ഇതിൽ വിഘ്നേഷ് ദത്തൻ MBBS ഡോക്ടറാണ്. ഹലീനയാകട്ടെ BDS വിദ്യാർത്ഥിനിയും. അവിനാശ് IT ജീവനക്കാരനാണ്. ആറ്റിങ്ങൽ, നെടുമങ്ങാട് റൂറൽ ഡാൻസ് ഓഫ് സംഘങ്ങൾ സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് സംഘം വലയിലായത്. 10 മൊബൈൽ ഫോണുകളും 2 കാറും 2 ബൈക്കും കണ്ടെടുത്തിട്ടുണ്ട്. കഠിനംകുളം പോലീസിന് കൈമാറിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശിലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.